ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ നമ്മളിങ്ങനെ ആ ഒരു ആനന്ദമൊക്കെ കിട്ടുക എങ്ങനെയാണെന്ന് നോക്കി. ഇനി അടുത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കൊടുത്തല്ലോ കുറേ ഇൻഡെക്സ് എന്നൊക്കെ നോക്കി. അപ്പം ഈ ഇതിൽ ഇല്ലാത്ത ഒരു ഇൻഡെക്സ് കൊടുത്തും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് എത്ര ഇൻഡെക്സ് വരെയുണ്ട്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 വരെയാണ് അതിൻ്റെ ഇൻഡെക്സ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊതുവേ സിൻടാക്സ് എററോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന ഒരു തരത്തിൽ ഇൻഡെക്സ് എറർ എന്നാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലുള്ള കണ്ടെയ്ൻ ചെയ്യാത്ത വേറൊരു നമ്പർ ഉണ്ട്, അത് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല, നമുക്കത് കിട്ടില്ല. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം നോക്കാം. നെയിം നമുക്ക് -1 ഇട്ട് നോക്കാം. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നുണ്ടാവുക? നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ആക്ച്വലി ഈ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്ത സമയത്ത് എന്തുകൊണ്ടും നമ്മളിപ്പോൾ റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്ത ഉടനെ അതെന്തായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ലാസ്റ്റ് ടു ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ -1 കൊടുക്കുമ്പോൾ ആദ്യത്തെ 6 എന്ന് പറയുന്ന ലെറ്റർ എടുത്തു. ഇനിയിപ്പോൾ -2 കൊടുത്തു കഴിഞ്ഞാൽ അത് A എന്ന് പറയുന്ന ലെറ്റർ എടുക്കും. നമ്മൾ ഇനിയിപ്പോൾ -3 കൊടുത്ത W എടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെയിം -3 നോക്കാം, W കിട്ടി. ഓക്കെ, നമുക്കിപ്പോൾ ചില സമയത്ത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്, അപ്പോൾ എത്ര ഇൻഡെക്സ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. അതുപോലെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്ര ഇൻഡെക്സ് വരെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ലെങ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ നമ്മുടെ വേരിയബിളിൻ്റെ പേര് പഠിച്ചു വരുന്നത് നമുക്ക് അതിൽ എത്ര ഇത് ഉണ്ടെന്ന്, അതിൻ്റെ ലെങ്ത് എത്ര എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ, ഒരു വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ, ബേസിക് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതൊക്കെ നമ്മളൊരു കുറച്ചും കൂടി ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്ന് പുതിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ഇനി പല കാര്യങ്ങളൊന്നും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക, കുറച്ച് റിസർച്ചൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി അറിവുകൾ കൂടും. അപ്പോൾ okay, then bye, see you in next video. Okay, bye, take care.